ഈമാൻ എപ്പോഴും തടിയിൽ ബാക്കിയാകാൻ ഒരു അമല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുന്നത് ഖൈറില്ല, എന്നാലും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞുതരാം. എന്തെന്നറിയോ, എല്ലാ ദിവസവും നിങ്ങൾ ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്ത് 40 നോട്ടം ചൊല്ലുക. എന്നു ചൊല്ലുക. 27-ാമത്തെ ആയത്ത് 48 ചൊല്ലുക. സൂറത്ത് ഇബ്രാഹിം 41 നോട്ടം. ഇബ്രാഹിമി സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്ത് 41 വട്ടം. ഒരു കാലത്ത് ഈമാൻ നഷ്ടപ്പെടില്ല. എന്നും സമയമില്ല. 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒറ്റ ഇരുത്തത്തിന് തീർക്കണം. ഈമാൻ ഒരിക്കലും ഈമാൻ പോവില്ല. ആയത്ത് കണ്ടില്ലേ? يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. 41 വട്ടം എല്ലാ ദിവസവും. ഈമാൻ നഷ്ടപ്പെടില്ല. ഇത് മുതലാണിട്ടാ. ഇതിങ്ങനെ അന്തം വിട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. 41 40ന്റെ അല്ല കണക്കെടോ. 40ന് ചോറുണ്ടാക്കി മുണുങ്ങലാണ്. 41 ദിക്റിന്റെ കണക്ക് 41 വട്ടം. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. നിങ്ങൾക്ക് ഇതിൽ ചെല്ലാനുള്ള സമ്മതമുണ്ട്. ഞാൻ ഇത് എല്ലാ ദിക്റും അങ്ങനെ എല്ലാം പറ്റില്ല. അതിന്റെ ഫലം കിട്ടണമെങ്കിൽ അതിനൊരു സബീലുണ്ട്. എനിക്ക് അത് സമ്മതം തന്ന ഒരാളുണ്ട്. അവരിൽ നിന്ന് എനിക്ക് ഈ ആയത്തിന്റെ ഒരു സമ്മതമുണ്ട്. ആ സമ്മതം മുസ്തഫ നബിയിലേക്ക് എത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സമ്മതം കിട്ടിയ ആളിൽ നിന്ന് സമ്മതം കിട്ടിയവരിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടല്ലാതെ ഞാൻ ഇത് ചൊല്ലുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് കൃത്യമാണ്. അതിനെനിക്ക് സമ്മതമല്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സമ്മതമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ അകൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങൾ വിൽക്കണ്ട. നിങ്ങൾ ഭാര്യക്ക് പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്കും ആർക്കും ഇത് ചൊല്ല. പക്ഷെ ഈ ഓരോന്നിനും റസൂലുള്ള ഓരോരുത്തർക്ക് പറഞ്ഞൊരു സിൽസിലുണ്ട്. ഈ ആയത്തിന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഷേഖ്, അവരുടെ ഷേഖ്, അവരുടെ ഷേഖ്, അവരുടെ ഷേഖ്, റസൂലുള്ള വരെ കൃത്യമായി ഇങ്ങനെ ഇരുന്നെണ്ണ കഴിയും. അല്ലാതെ പറയില്ല. ഇബ്രാഹിം സൂറത്തിലെ 27-ാമത്തെ ആയത്തോട് يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. എപ്പോഴെങ്കിലും ചൊല്ലിക്കാളി. ഒരു സമയം നിർണ്ണയിക്കലാണ് നല്ലത്. ഒരു സമയം നിർണ്ണയിച്ചാൽ നിങ്ങൾ സമയം നിർണ്ണയിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടം. അത് എൻ്റെ സൗകര്യമാവില്ല, നിങ്ങളെ സൗകര്യം. എനിക്ക് ചിലപ്പോൾ ഇഷാന്റെ ശേഷം ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ഇഷാന്റെ ശേഷം ചെല്ലി തീർക്കും. അങ്ങനെ 41 വട്ടമാണ് ചെല്ലെടുത്ത് തീർക്കും. ഒറ്റ ഇരുന്നാണ് ചെല്ലും. ഒന്നുമില്ലാതെ ചൊല്ല. പക്ഷെ ഏതൊരു കാര്യവും, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഏത് കാര്യവും അതിന്റെ പൂർണ്ണ ഫലങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒതു വേണം. ഞാൻ ഇപ്പോഴും ഒതു ഉള്ളവനാണ്. ഒതു ഇല്ലാത്ത ഒരു ക്ലാസ് ഈ 16 കൊല്ലത്തിന് എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അത് ഒതുമില്ലാത്ത ഒരു അമലും പറഞ്ഞു തരില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ 10-16 കൊല്ലത്തിന്റെ ഉള്ളിൽ 10-16 കൊല്ലമായിട്ടുണ്ടാവും. എല്ലാ ക്ലാസ്സിനും ഒതു ഉണ്ടാവും. ഒതു വേണം. ഒതു വേണോന്ന് എന്നോട് ചോദിക്കണ്ട. മരത്തുമ്മ കയറിയിട്ട് പിടിക്കണോന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കണ്ട. ഒരു മോമിനായ മനുഷ്യന് എന്ത് വേണം? ഒതു വേണം. നിസ്കരിക്കാൻ ഒതു പുതുക്കുക വേണ്ടത്. നിസ്കരിക്കാൻ ഒതു ഉണ്ടാക്കല്ല, ഒതു പുതുക്കുക. എന്നാൽ ഒതു എപ്പോഴും തജ്ദീദ് ചെയ്യലിന്റെ ഒരു അഫ്ളലിയത്തുണ്ട്. ഒരു വഖത്തിലെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ റവാത്തിബിന് വേണ്ടി ഒതു പുതുക്കേണ്ട സുന്നത്ത് ഇല്ല. ഒരു ഒതു എടുത്താൽ ഒരു നിസ്കാരം ഉദ്ദേശിച്ച ഫർദ് നിസ്കാരം ഉദ്ദേശിച്ച ഒതു ആ ഫർദിന്റെ റവാത്തിബിന് വേണ്ടി ഒതു മടക്കേണ്ടതില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പറഞ്ഞത് മനസ്സിലായി. ഏത് ദിക്റാണെങ്കിലും എന്തുണ്ടാവുക? ആ ചോദ്യത്തിന് തന്നെ മഴനില്ല. എപ്പോഴും എന്ത് വേണം? ഒതു ഉണ്ടാവണം. ഇപ്പൊ ഒതു ഉണ്ടാക്കിയ ഒരു വയറു പറയലും ഒതു ഇല്ലാതെ വയറു പറയലും കിട്ടുന്നവന്റെ കൂലിക്കും കേൾക്കുന്നവന്റെ ഉപകാരത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടെ കൂടെ പറഞ്ഞാൽ അത് കൽബിലേക്ക് കയറും. അത് ഒരു ഫെയിലുണ്ടാവും, ഭയങ്കര ഉപകാരം ഉണ്ടാവും ആ കേട്ട ആൾക്ക്. അതായിരിക്കും ഇതിന്റെ ഒരു രഹസ്യം ഉണ്ടാവും. ഇതിനൊക്കെ ചില രഹസ്യം നമുക്ക് മനസ്സിലാവൂല. ചില നന്മ കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നിലനിന്ന് പോണത്. അതിൽപ്പെട്ടൊരു വലിയ നന്മയാണ് എന്ത്? ഒന്നും ഇല്ലാത്തൊരു നേരം വേണ്ടാന്ന്. ഒന്നുമില്ലാത്ത എനിക്ക് അള്ളാഹുവിൻ്റെ ഒരു സഹായം കൊണ്ട് ഇതിൽ പിടിക്കാൻ വേണ്ടി പറയല്ല. ഒരു ഉദാഹരണം പറയാം. ഒരു 5-10 കൊല്ലമായി ആ കാര്യം വളരെ ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹിൻ്റെ സഹായം. ഉറങ്ങുന്ന നേരം, ഇങ്ങനെയുള്ള ചില്ലറ നേരത്തല്ലാത്ത നേരത്തെ ഫുൾ ടൈം അങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പൊ ടോയ്ലറ്റ് പോയാൽ നേരെ ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? പുറത്ത് വന്നിട്ട് ഒതു കൊടുക്കും. ടോയ്ലറ്റിൽ നിന്ന് ഒതു കൊടുക്കാതിരിക്കലാണ് നല്ലത്. ടോയ്ലറ്റിൽ നിന്ന് ഒതു കൊടുക്കൽ ദായിമാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവും. ടോയ്ലറ്റ് ഒതുവിന്റെ സ്ഥലമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുളിമുറിയാണെങ്കിലും കക്കൂസാണെങ്കിലും അടുത്തടുത്താണ് വിഷയം മസാല. കുളിമുറിയും വൃത്തിയോട് കളയുന്ന സ്ഥലമാണ് കുളിമുറി, കക്കൂസ്. അവിടെ നിന്നൊന്നും അല്ല എന്ത് ഫൈന മുഅല്ലമൽ വസ്വാസി മിൻഹു. കുളിമുറി എന്ന് ഒളു കൊടുത്താൽ ഒരുപാട് വസ്വാസ് ഉണ്ടാവുമെന്ന് തുർമദിയിൽ ഹദീസ് റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ടോയ്ലറ്റ് വേറെ,
ഉദുവിന്റെ സൗകര്യത്തിന് വേണ്ടി വേറെ ഡോർ വെച്ചൊരു സൗകര്യമുണ്ടോ? അങ്ങനെ ചെയ്താൽ കുളിമുറി തന്നെ. കുളിമുറി റസൂലുള്ള പറഞ്ഞ ആ സംഭവം ഈ കുളിമുറി തന്നെ ഉണ്ട്. വെറും കക്കൂസ് അറ്റാച്ച്ഡ് അല്ല പറഞ്ഞത്. കക്കൂസ് അക്കാലത്ത് വെളിസ്ഥലത്ത് പോവാണ്. കുളിമുറിന്ന് ഒതു കൊടുക്കുന്നവനെ റസൂലുള്ള നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അറ്റാച്ച്ഡ് അല്ല. അറ്റാച്ച്ഡിന്റെ വർത്താനം റസൂലുള്ളാഹിന്റെ കാലത്തില്ല. ഏതായാലും അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നേരത്തെ പുറത്തിറങ്ങി വരിക, ഒതു കൊടുക്കുക, ഒതു ഫുൾ ടൈം ഉണ്ടാവുക. അതൊന്ന് സൂക്ഷിച്ചാൽ അതിന് പിന്നെ നിക്കറെല്ലാം ഒതുവാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തും ഒരു ഒതുവോടുകൂടി ഭക്ഷണം കഴിക്കുന്നതും ഒതു ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവും. ഒതുവോടുകൂടി ഒരു വർത്താനം പറയുന്നവരും ഒതു ഇല്ലാതെ വർത്താനം പറയുന്നതിലും വ്യത്യാസം ഉണ്ടാവും. എന്തും ഒതു ഉണ്ടായി ഒരു വർത്താനം പറഞ്ഞാൽ ആ വർത്താനത്തിന് ഹിക്മത്ത് ഉണ്ടാവും. ഒതു ഇല്ലെങ്കിൽ അള്ളാഹിനെ പിടുത്തുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ സാന്ദർഭികമായി പറഞ്ഞതാണ്. എന്താ ഇത് പറയാനുള്ള കാരണം? എന്തേത് പറയാനുള്ള കാരണം? എന്തോ ഒരു വിഷയം. അതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന വർത്താനം എന്നതിന് അർത്ഥം അതിനൊന്നും അർത്ഥമല്ല. സൂക്ഷിക്കലാണ് അതൊക്കെ നല്ലത്. സൂക്ഷിക്കലാണ് നല്ലത്, തെറ്റല്ല. പക്ഷെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആലി ഇമ്രാനിലാണ് പറഞ്ഞത്. ആലി ഇമ്രാനില്ല 96, 97. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ദിക്റുകൾക്കൊന്നും എണ്ണല്ല. എന്നാൽ ചില നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി എണ്ണങ്ങൾ ഉണ്ടാകും. പിന്നെ ചില നിർദ്ദിഷ്ട സന്ദർഭങ്ങളിലും എണ്ണ ഉണ്ടാവും. ഉദാഹരണം പറയാം, സുബ്ഹാനല്ലാഹിനെ പെരുപ്പിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞ നേരമുണ്ട്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഇങ്ങനെയുള്ള സന്ദർഭമുണ്ട്. അല്ലാഹുമോ റസൂലോ അല്ലെങ്കിൽ അത് നമുക്ക് എത്തിച്ചേർന്ന വഴിയിലോ ഒരു കണക്കാക്കൽ ഉണ്ടെങ്കിൽ ആ കണക്കാക്കൽ തന്നെയാണ് അവിടെ നല്ലത്. അവിടെ ആ കണക്കാക്കൽ. പിന്നെ 41 എന്ന് പറഞ്ഞല്ലോ, അതൊരു പ്രധാനപ്പെട്ട അനതാണ്. എന്ത്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽഖൗലി الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. മറക്കരുത്.